ട്രെയിനിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് വീണ് കാലുകളറ്റു പോവുകയാണ് ഉണ്ടായത്. നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകനായിരുന്ന സിദ്ധാർത്ഥിന് ഒരു അപകടം സംഭവിക്കുന്നത്. പ്ലാറ്റ്ഫോമിനിടയിൽപ്പെട്ട കാലുകൾ പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വന്നു. 2022 നവംബറിന് സൂറത്തിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് കോടതിയുടെ ഒരു ഉത്തരവ്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. പാൻട്രി ഇല്ലാത്ത ട്രെയിനായിരുന്നു. സൂറത്തിലെത്തി ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിച്ച് തിരിച്ച് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, മൂവ് ചെയ്ത് തുടങ്ങിയിരുന്നു. ട്രെയിനിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് വീണ് കാലുകളറ്റു പോവുകയാണ് ഉണ്ടായത്. ആദ്യം റെയിൽവേ ട്രിബ്യൂണൽ പറഞ്ഞു വരുത്തിവെച്ച ഒരു അപകടമാണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ ഇപ്പോൾ ഒരു അനുകൂലമായ ഉത്തരവ് വന്നിരിക്കുന്നത് അല്ലേ? അപകടം നടന്ന് ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ ഹാജരാകാനുള്ള ഒരു സാഹചര്യം വന്നത്. ഇപ്പോൾ ട്രൈബ്യൂണൽ ഇതിനെ പരിഗണിച്ചത് വെസ്റ്റേൺ റെയിൽവേയും എതിർകക്ഷിയായ വെസ്റ്റേൺ റെയിൽവേയും വാദിച്ചത് അയാൾ തന്നെ വരുത്തി വെച്ചൊരു അപകടമാണ്, അതുകൊണ്ട് കോമ്പൻസേഷൻ നൽകാൻ അല്ലെങ്കിൽ ഒരു അയാളുടെ ക്ലെയിം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവും വന്നത്. പക്ഷേ പിന്നീട് അപ്പീൽ നൽകി. അപകടം അശ്രദ്ധ കൊണ്ട് വന്ന അപകടമാണെങ്കിലും അത് മനഃപൂർവ്വമല്ലാത്തൊരു അശ്രദ്ധയാണ്. മനഃപൂർവ്വം ആത്മഹത്യാപരമായ ഒരു അശ്രദ്ധയായി അതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള പ്ലീയാണ് ഉന്നയിച്ചത്.